നമസ്കാരം. ഷെക്കേന ന്യൂസിന്റെ സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് UDF ഉജ്ജ്വലമായിട്ടുള്ള രാജകീയമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. 100-ലധികം സീറ്റുകൾ നേടിയാണ് UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത്. UDFന്റെ ആ വിജയത്തെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ആ ഒരു വിജയത്തെ വിസ്മയകരം എന്ന വാക്കിനപ്പുറത്തേക്ക് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. അത്രത്തോളം ഉജ്ജ്വലമായിട്ടുള്ള വിജയം തന്നെയാണ് അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. എന്തെല്ലാം ഘടകങ്ങളാണ് UDFന്റെ ഉജ്ജ്വല വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഒപ്പം തന്നെ വരാൻ പോകുന്ന പുതിയ സർക്കാരിൽ ജനങ്ങൾക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷമായി വിവിധ ആവശ്യങ്ങൾ പല രീതിയിൽ പല തവണ സർക്കാരിന് മുന്നിൽ ക്രൈസ്തവ സമുദായം, ക്രൈസ്തവ സമൂഹം പല ഘട്ടങ്ങളിൽ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും അതിൽ പലതിനോടും അനുഭാവപൂർണമായിട്ടുള്ള സമീപനം മുൻ ഭരണകൂടം സ്വീകരിച്ചിരുന്നില്ല. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഏറ്റവും ലാസ്റ്റ് മൊമെന്റിലാണ് അതൊക്കെ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വന്യമൃഗശല്യം, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, മലയോര കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, ന്യൂനപക്ഷ വകുപ്പിലെ വിവേചനങ്ങളൊക്കെ, അങ്ങനെ 100 പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കും. ഇതിനോടൊക്കെയുള്ള വരാൻ പോകുന്ന സർക്കാരിന്റെ സമീപനം എങ്ങനെയായിരിക്കണം എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഷെക്കേന സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ, ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസ് നേതാവ് ശ്രീമതി ട്രിസ ലിസ് സെബാസ്റ്റ്യൻ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ സ്കോട്ട് സ്ലീബ, നമുക്കറിയാം വളരെ അത്ഭുതകരമായ രാജകീയമായിട്ടുള്ള വിജയം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. പല ജില്ലകളിലും ഒരു ക്ലീൻ സ്വീപ്പ് തന്നെ UDFന് കരസ്ഥമാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത്, ഈ വിജയം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന LDF സർക്കാർ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ജനങ്ങൾ എത്രത്തോളം വെറുത്തിരുന്നു എന്ന ഒരു കാര്യം തന്നെയല്ലേ? ഏതെല്ലാം ഘടകങ്ങളാണ് ഇത്രത്തോളം വലിയൊരു പടുകുഴിയിലേക്ക് LDFനെ വീഴ്ത്തുവാൻ ഇടയാക്കിയത്? ഫാദർ സ്കോട്ട് സ്ലീബ. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ ഭരണം വിലയിരുത്തി തന്നെയാകണം ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ വോട്ട് ചെയ്തു എന്നതിന് യാതൊരു സംശയമില്ല. ആദ്യമേ തന്നെ ജയിച്ചു വന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം മികച്ച ഒരു വിജയം അവർക്ക് നേടുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ പല കാരണങ്ങളാൽ തോറ്റുപോയിട്ടുള്ളവര് അവരുടെ പ്രവർത്തനങ്ങൾ മോശമായതുകൊണ്ടല്ല, ജനം വിലയിരുത്തലുകൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ ആയതുകൊണ്ടാണ് ഒരുപക്ഷെ അവരിപ്പോൾ സമൂഹത്തിന്റെ അല്ലെങ്കിൽ മുഖ്യധാരയിൽ നിന്ന് അല്പം മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുക. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം എടുത്തു നോക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവിടുത്തെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നല്ല മികച്ച നിലപാടുകൾ സ്വീകരിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉറച്ച നിലപാടുകൾ സ്വീകരിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കും. അത് പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക മേഖലയിലെ ഒരു തകർച്ച തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇന്നും കാർഷിക തൊഴിൽ വൃത്തി ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ആ ഒരു മേഖലയിലെ തകർച്ച വളരെ വലുതായിരുന്നു നാം തിരിച്ചറിയണം. ദേശീയ തലത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കാർഷിക കേരളത്തിന്റെ ഒരു വളർച്ച വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ പലപ്പോഴും പറയാറുള്ളത് പോലെ പടവലങ്ങയുടെ വളർച്ച പോലെ നമ്മുടെ കാർഷിക മേഖലയിലെ വളർച്ച വളരെ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ തീരദേശത്തിന്റെ മലയോര മേഖലയും ഇടനാടും ഒരുപോലെ കാർഷിക പ്രതിസന്ധിയിൽ കടന്നുപോയി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ പ്രശ്നങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ അത് ഈ വനമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ തന്നെയാണ്. മലയോര മേഖലയിൽ ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന പ്രാദേശിക തലത്തിലെ തെരഞ്ഞെടുപ്പുകൾ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. ജനങ്ങളുടെ ഒപ്പം നിന്ന് ആളുകളെ അവിടെ രാഷ്ട്രീയമോ രാഷ്ട്രീയ ചിന്താഗതികളോ നോക്കാതെ ആളുകൾ വിജയിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ ജനങ്ങൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മലയോര മേഖലയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന പ്രാദേശിക തലത്തിലെ നേതാക്കന്മാരെ അത് ഏത് പാർട്ടിയാണെങ്കിലും അവർ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളുടെ ചിന്താധാര വളരെ വ്യക്തമാണ്. തങ്ങളുടെ കൂടെ നിൽക്കുന്ന തങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിയമങ്ങളും അത്തരത്തിൽ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കുവാൻ ആളുകൾ തയ്യാറാകുന്നു എന്നുള്ളത് നാം തിരിച്ചറിയുമ്പോൾ ഈ ഒരു സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷ കാലമായിട്ട് അല്ലെങ്കിൽ പിന്നീടുള്ള രണ്ടാം ഭരണ കാലഘട്ടത്തിൽ എന്തെന്നില്ലാത്ത ഒരു അഹങ്കാര മനോഭാവത്തോടുകൂടെ കാർഷിക മേഖല, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ആളുകളെ ഇവർ വെല്ലുവിളിക്കുകയാണ്. 30% കാടുള്ള കേരളത്തിൽ 33% ആക്കി മാറ്റാമെന്ന് സഭയിൽ പറഞ്ഞുകൊണ്ട് സധൈര്യം അതിനുവേണ്ടി മുന്നോട്ട് പോകുന്ന വിധത്തിൽ പോകുമ്പോൾ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, ജീവിതത്തിന്റെ പ്രയാസങ്ങളെ അവർ കണ്ടില്ലെന്നടിച്ചുകൊണ്ട് കാർബൺ ഫണ്ടിന്റെയും മറ്റ് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോയപ്പോൾ മലയോര മേഖലയിൽ തിരിച്ചടികൾക്ക് കാരണമായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ്. ഒരിക്കൽ പോലും അവർക്ക് തോറ്റുപോകാൻ സാധ്യതയില്ലാത്ത ഇടങ്ങൾ പോലും മലയോര മേഖലകളിൽ തോറ്റുപോയത് ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. തീരദേശത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പഠിക്കുവാനായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ
കടല് അവകാശമായി കിട്ടേണ്ട ആളുകൾക്ക് അതിന് പോലും സാധ്യതയില്ലാതെ വരുമ്പോൾ ഇന്നും ആളുകൾ ഗോഡൌണിൽ കിടക്കേണ്ട ഒരു ഗതികേട് വന്നപ്പോൾ അവർ തിരിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട്. ഓഖി മറ്റ് പ്രളയ ദുരന്ത കാലഘട്ടങ്ങളിലൊക്കെ ഇവര് വലിയ വലിയ പ്രതിസന്ധിയുടെ കടന്നുപോയപ്പോൾ എല്ലാവരും ചേർത്ത് പിടിച്ച ഒരു ജനതയാണ്. മലയോര മേഖലയും അല്ലെങ്കിൽ ഇടനാടും ഒക്കെ വലിയ വെള്ളപ്പൊക്കത്തിന്റെ അവസരം കടന്നുപോയപ്പോൾ കേരളത്തിന്റെ സൈന്യമാണെന്ന് പറഞ്ഞ് ആശ്ലേഷിച്ചവര് തന്നെ അവരുടെ ആവശ്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച കാലഘട്ടം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു തിരിച്ചടി ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നതിൽ യാതൊരു സംശയമില്ല. പിന്നീട് ഈ ഒരു രാഷ്ട്രീയപരത്തിനപ്പുറം മതപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതമാണ് പ്രശ്നമെന്ന് പറയുന്ന പല ആളുകളും ഇന്ന് കേരളത്തിൽ ജയിച്ചു കയറി വരുമ്പോൾ ഒരാശങ്കയോടുകൂടെ നമ്മൾ നോക്കി കാണേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷം കടന്നുപോയ വഴികളിൽ ഇവര് ചേർത്ത് പിടിക്കാനായിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യം വളരെ നിർണായകമാണ്. രണ്ടാം ഭരണ കാലയളവിൽ ആദ്യം ന്യൂനപക്ഷ ബോർഡ് അല്ലെങ്കിൽ ന്യൂനപക്ഷ ഈ വകുപ്പ് തന്നെ മുഖ്യമന്ത്രി ഏറ്റെടുത്ത് പോയപ്പോൾ വലിയ ആവേശത്തോടുകൂടെ കേരള ജനത കണ്ടതാണ്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചതെന്നത് മാസങ്ങൾക്കപ്പുറം മറ്റു പല കൈകളിലേക്കും ആ വകുപ്പ് പോവുകയും അവിടെ ഒരു ഏകപക്ഷീയമായ വിവേചനപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നത് നാം ഓരോരുത്തരും കണ്ടതാണ്. അവിടെയാണ് പ്രസക്തമാണ് ഈ JV കോശി കമ്മീഷന്റെ ഒരു പ്രസക്തി അവിടെയാണ് ഉയർന്നു വന്നത്. ഇവിടെ കേരളത്തിലെ ക്രൈസ്തവർ കടന്നു പോകുന്ന വഴികളിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഈ സർക്കാരാണ് അല്ലെങ്കിൽ മറ്റൊരു സർക്കാരല്ല, ഈ സർക്കാർ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്മീഷന്റെ പഠനം അതിന്റെ ഒരു റിപ്പോർട്ട് പോലും പുറത്തു വരുന്നത് ഈ അവസാന കാലയളവിലാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അവസരത്തിലാണ് തിരഞ്ഞെടുപ്പുകൾ കടന്നു വരുന്നത്. ഞങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്തതെന്ന് പറയാൻ ഇവർക്ക് കഴിയാതെ പോവുകയാണ്. നൂലാമാലകളുടെ പേര് പറഞ്ഞ് പല കാര്യങ്ങളും ഇന്നും ഈ ചുവപ്പ് നാടയണിഞ്ഞ് ഇപ്പോഴും കടക്കുകയാണ്. അതൊന്നും പരിഹരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കാതെ പോയത് കൊണ്ട് തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുവാനായിട്ട് ഇവർക്ക് കഴിയാതെ പോയി എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ചില തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ചില തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾക്കും അകമഴിഞ്ഞ് പിന്തുണ കൊടുക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പിന്തുണ നൽകുമെന്നും പരസ്യമായിട്ട് വിളിച്ചു പറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം എന്ന മതേതര സമൂഹമുള്ള മതേതരത്വ ചിന്താധാരയുള്ള ആളുകൾ ഇവരെ ഒറ്റപ്പെടുത്തി എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് തന്നെയാണ്. മതം പറഞ്ഞ് വോട്ട് പിടിക്കുകയും മതം പറഞ്ഞ് ആളുകളെ ധ്രുവീകരിക്കുന്ന വിധത്തിൽ ഇവിടുത്തെ വലതുപക്ഷവും ഇടതുപക്ഷവും അല്ലെങ്കിൽ മറ്റൊരു പക്ഷം എന്ന് പറയുന്ന മൂന്നാം മുന്നണി എന്ന് പോലും അവകാശപ്പെടുന്ന രീതിയിൽ മാറുന്നവരൊക്കെ മാറുമ്പോഴും ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾ പൊതുബോധത്തിന്റെ മുമ്പിൽ മതമല്ല വലുത്, ജീവിക്കാനുള്ള സാഹചര്യവും ജീവിക്കാനുള്ള അവകാശവുമാണെന്ന് പറയുന്ന വിധത്തിലേക്ക് വോട്ടുകൾ കേന്ദ്രീകരിക്കാനുള്ള സാധാരണപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ ഒരു 5 വർഷക്കാലം ഇവർ കടന്നുപോയ വഴികൾ വളരെ വ്യത്യസ്തമാണ്. എന്തെന്നില്ലാത്ത ഒരു ധാർഷ്ട്യത്തിന്റെ മനോഭാവത്തോടുകൂടെ ഏത് മേഖലയിലാണ് ഇവരുടെ ഒരു അഹങ്കാര മനോഭാവം പ്രകടമാക്കാതെ പോയിട്ടുള്ളത്. എല്ലായിടത്തും ഒരു അഹങ്കാര മനോഭാവത്തോടു കൂടെയാണ് ഇവർ കടന്നു പോയിട്ടുള്ളത്. ഒരു സമരം ചെയ്യാൻ പോലും അവകാശമില്ലാത്ത അല്ലെങ്കിൽ സമരം ചെയ്യുന്നത് പോലും എന്ന രാജ്യദ്രോഹ കുറ്റമാകുന്ന വിധത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളെ അടിച്ചൊതുക്കുന്ന വിധത്തിലുള്ള കടന്നുപോയ സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇനിയാണ് ഈ രാഷ്ട്രീയ കേരളത്തിന്റെ സമരമുഖത്തിന് വ്യത്യസ്തമായ മുഖങ്ങളുണ്ടെന്ന് കാണാൻ പോകുന്നത്. ഇനിയുള്ള 5 കൊല്ലക്കാലമാണ് കേരളത്തിന്റെ തെരുവോരങ്ങളിലെ സമരം എന്താണെന്ന് ജെൻസി പിള്ളേർ കാണാൻ പോകുന്നത്. അവർ കണ്ടിട്ടില്ല ഇങ്ങനെ ജെൻസി പിള്ളേർ ഇവിടെ സമരം എന്താണെന്ന് കണ്ടിട്ടില്ല. പക്ഷെ ഇനിയുള്ള 5 വർഷക്കാലം ഈ ജെൻസി പിള്ളേർ സമരം ഇങ്ങനെ കൂടി ഒരു സമരം ഉണ്ടെന്ന് കാണാൻ പോകുന്നത് ഇനിയാണ്. അപ്പോ എന്തെന്നില്ലാതെ അടിച്ചൊതുക്കുന്ന മനോഭാവത്തോടുകൂടി കടന്നു പോയപ്പോൾ അനാവശ്യമായിട്ടുള്ള ദൂർത്ത് നമുക്കറിയാം. ഒരു തൊഴുത്ത് പണിയുന്ന 43 ലക്ഷത്തിലധികം സമ്പത്ത് വിനിയോഗിക്കുക അല്ലെങ്കിൽ തോന്നുമ്പോ കാറുകൾ മാറി വാങ്ങിക്കുക. ഇവിടെ സാധാരണപ്പെട്ട ആളുകൾക്ക് എന്തെന്നില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒന്നാമത്തെ നിലയിലോട്ട് കയറുവാനായിട്ട് 20 ലക്ഷത്തിന് 22 ലക്ഷത്തിന് ഫ്ലാറ്റ് വെക്കുന്നത്. ഇവിടെ സാധാരണക്കാരൻ പടി കയറി ഗവൺമെന്റ് ഓഫീസിലെത്തി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുമ്പോഴാണ് ഈ വക ദൂർത്തം നമുക്കറിയാം. ആരോഗ്യ മേഖല എന്തെന്നില്ല നമുക്ക് ന്യായീകരണങ്ങൾ ആർക്കും പറയാനുണ്ട്. പക്ഷെ എന്തെന്നില്ലാതെ ഒരു ആരോഗ്യ മേഖല തകർച്ചയുടെ ഘട്ടങ്ങളോട് കടന്നു പോകുമ്പോൾ ഇതെല്ലാം ജനങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതെല്ലാം ജനങ്ങൾ വോട്ടിന് കാരണമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് എന്റെ ഒരു അഭിപ്രായം പറയുമ്പോൾ ഇവർ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇവർ ചെയ്തത് ഒക്കെ അവര് പൊതു ബോധത്തിന് മുമ്പിൽ കൊണ്ട്. പക്ഷേ ഇവിടെ മാധ്യമങ്ങളുടെ റോള് വളരെ വലുതായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. മാധ്യമങ്ങൾ നല്ലതും തിന്മയും അല്ലെങ്കിൽ സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പൊതുബോധത്തിന് മുമ്പിൽ കൊണ്ടുവന്നുണ്ട്. പണ്ടത്തെ പോലെ ആളുകളെ വിഡ്ഢികളാക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്കറിയാം ഇവിടെ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ നിലപാടുണ്ട്, രാഷ്ട്രീയ അടിമത്തമുണ്ട്. പക്ഷെ രാഷ്ട്രീയ അടിമത്തത്തിലപ്പുറമായിട്ട് ജനാധിപത്യത്തിന്റെ സുന്ദരമായ ഒരു മുഖമാണ് നമ്മൾ ഇന്നിവിടെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് പല വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഇവർ കടന്നു പോയപ്പോൾ ഇവരുടെ തോൽവിക്ക് ആക്കം കൂട്ടി എന്നുള്ളത് സത്യമാണ്. ഇവിടെ മതമാണ് പ്രശ്നമെന്ന് പറയുന്നവർ പോലും ഇനി ഭരിക്കാൻ കയറുമ്പോൾ
നാം നിതാന്ത ജാഗ്രതയോടുകൂടെ നോക്കി നിന്നുവെങ്കിൽ മാത്രമേ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെയും, അല്ലെങ്കിൽ അത് ക്രൈസ്തവന്റെ മാത്രമല്ല, ഏത് ന്യൂനപക്ഷ വിഭാഗത്തിനെ ഒരുപോലെ നിൽക്കുന്ന, ഒന്നുചേർന്ന് പോകുന്ന ഈ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നവർ പോലും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരുന്ന വിധത്തിൽ ഇവിടുത്തെ ഭരണകൂടങ്ങൾ മാറ്റപ്പെടണമെന്നുള്ള ഒരു അഭിപ്രായം കൂടെയാണ് എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനായിട്ടുള്ളത്. വളരെ വ്യക്തമാണ്. ശ്രീമതി ട്രീസ ലി സെബാസ്റ്റ്യൻ, ഇപ്പോൾ അച്ഛൻ സൂചിപ്പിച്ചു ഏതെല്ലാം ഘടകങ്ങളാണ് മുന്നണിക്ക് അല്ലെങ്കിൽ നേരത്തെ ഭരിച്ച ആ LDFന് അല്ലെങ്കിൽ CPMന് തിരിച്ചടിയായി മാറിയത്. അപ്പോൾ ധാർഷ്ട്യമുണ്ട്, അഴിമതിയുണ്ട്, വീഴ്ചകളുണ്ട്, സ്വജനപക്ഷപാതമുണ്ട്, അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അതിന്റെ എന്റെ ക്ലൈമാക്സിലാണ് ഇത്രത്തോളം ഒരു രാജകീയ വിജയം UDFന് സമ്മാനിക്കുവാൻ ജനങ്ങൾ നിർബന്ധിതരായി തീർന്നത്. അപ്പോൾ LDFന് അല്ലെങ്കിൽ മുന്നണിക്ക് ലഭിച്ച ആ ഒരു തോൽവി അത് ഇനി വരാൻ പോകുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുകയല്ലേ? അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വരാൻ പോകുന്ന സർക്കാരിൽ ഈ ക്രൈസ്തവ സമുദായത്തിന്, ക്രൈസ്തവ സമൂഹങ്ങൾക്ക് എത്രത്തോളം വലിയൊരു പ്രതീക്ഷയുണ്ട്? കാരണം ക്രൈസ്തവർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുവാൻ കത്തോലിക്ക കോൺഗ്രസിന് വിജയകരമായി സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ എത്രത്തോളം ഒരു പ്രതീക്ഷയുണ്ട് വരാൻ പോകുന്ന ഒരു സർക്കാരിൽ? ആദ്യമേ തന്നെ വിജയിച്ച എല്ലാ നേതാക്കന്മാർക്കും കൃത്യമായി അഭിനന്ദനം നേരുകയാണ്. ഇപ്പോൾ സ്കോട്ട് സെബാസ്റ്റ്യൻ ഇവിടെ വളരെ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി എന്തൊക്കെ ഘടകങ്ങളാണ് ഈ ഒരു മുന്നണിയുടെ പരാജയത്തിലേക്ക് നയിച്ചത്. അതിനെ പറ്റി കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇനിയൊരു UDF സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ പ്രതീക്ഷയോടെയും അതോടൊപ്പം ജാഗ്രതയോടെയുമാണ് ഞങ്ങൾ ഇരിക്കുക. കാരണം ഈ കഴിഞ്ഞ 10 വർഷത്തോളം താങ്കളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസ് നിരവധിയായ പ്രശ്നങ്ങൾ, നിരവധിയായ വിഷയങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഞങ്ങൾ എടുത്തു വെക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഉന്നയിച്ച ഓരോ വിഷയങ്ങളും അത് ക്രൈസ്തവ സമുദായത്തെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളുണ്ടായിരുന്നു, അതിലേറെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടായിരുന്നു. ഈ വിഷയങ്ങളോടൊക്കെയുള്ള ഭരണമുന്നണിയുടെയും അന്നത്തെ പ്രതിപക്ഷമായിരുന്ന മുന്നണിയുടെയും നിലപാടുകൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രത്തോളം നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കൂട്ടരും പ്രതികരിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിയമസഭയിലായാലും ഉന്നയിക്കാൻ എത്രത്തോളം ഇവരൊക്കെ ആർജവം കാണിച്ചു എന്നുള്ളതും നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ജാഗ്രതയോടെയാണ് കാത്തിരിക്കുന്നതെന്ന്. അതോടൊപ്പം അതിലേറെ വർദ്ധിച്ച പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷം എന്തൊക്കെയാണോ നമുക്ക് നിഷേധിക്കപ്പെട്ടത്, ഭരണഘടനാപരമായ നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണോ നിഷേധിക്കപ്പെട്ടത്, ആ അവകാശങ്ങളെല്ലാം ഇനി അങ്ങോട്ട് വരുന്ന മന്ത്രിസഭ നമുക്ക് നീതിപൂർവമായി അവകാശങ്ങൾ നമുക്ക് വേണ്ടി നടപ്പിലാക്കി തരും എന്നുള്ള വലിയ പ്രതീക്ഷ കേരളത്തിലെ ഏതൊരു ജനത്തെയും പോലെ തന്നെ ക്രൈസ്തവ സമുദായത്തിനുമുണ്ട്. കാരണം ഈ എടുത്തു പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. വളരെയധികം നിഷേധിക്കപ്പെട്ട, വളരെയധികം നമ്മളെ സമുദായത്തെ ഒന്നടങ്കം വേദനിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിയമിക്കപ്പെട്ടതാണ് ഈ കമ്മീഷൻ. ഇപ്പോൾ 5 വർഷത്തിന് ശേഷം ഇപ്പോഴും ആ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടു എന്നുള്ളതല്ലാതെ ഒരെണ്ണം പോലും നടപ്പിലാക്കി എന്ന് പറയുന്നെങ്കിലും എന്താണ് നടപ്പിലാക്കിയത് എന്ന് നമുക്കറിയില്ല. കാരണം ക്രൈസ്തവ സമുദായത്തിന്റെ എല്ലാ പിന്നോക്കാവസ്ഥയെ പറ്റി വളരെ സമഗ്രമായി പഠിച്ച ഒരു റിപ്പോർട്ടിൽ അത്രയധികം പ്രതീക്ഷ ഈ സമുദായത്തിനുണ്ടായിരുന്നു, ഈ ഒരു സമൂഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അത് നടപ്പിലാക്കി തന്നില്ല. രണ്ടാമത്തെ കാര്യമാണ് ന്യൂനപക്ഷ മന്ത്രാലയം, ന്യൂനപക്ഷ കമ്മീഷൻ. 2008 ന്യൂനപക്ഷ മന്ത്രാലയം നിലവിൽ വന്നത്. അതിനുശേഷം ഇന്നേ വരെ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് ഒരു വ്യക്തി പോലും ന്യൂനപക്ഷ വകുപ്പിന്റെ മന്ത്രിയായിട്ടില്ല. ഇത്തവണ ഒരു മാറ്റം എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഒരു സമുദായം മാത്രമല്ല, ന്യൂനപക്ഷ സമുദായങ്ങളിൽ എല്ലാവർക്കും ഒരേപോലെ അവകാശങ്ങളും പ്രാതിനിധ്യവും ലഭിക്കേണ്ട ഒരു മന്ത്രി. അങ്ങനെ വരുമ്പോൾ ഒരു 18 വർഷത്തിന് ശേഷം 2008 മുതൽ ഇത്ര കാലമായിട്ടും ഒരു മന്ത്രിയെ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ന്യൂനപക്ഷ വകുപ്പ് ക്രൈസ്തവരായ ഒരു മന്ത്രിക്ക് നൽകും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. കാരണം അതിൽ അത്രയേറെ വിവേചനം നമ്മൾ നേരിട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഇന്നേ വരെ ഒരു ക്രൈസ്തവന് ലഭിച്ചിട്ടില്ല. അതിലെ 3 അംഗങ്ങൾ, അതിൽ ഭൂരിഭാഗവും മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ന്യൂനപക്ഷ കമ്മീഷനിൽ എടുത്ത തീരുമാനങ്ങളെല്ലാം എങ്ങോട്ടായിരുന്നു ചായ്വ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലും ഒരു മാറ്റം നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള പ്രതീക്ഷകളോടും കൂടിയാണ് നമ്മൾ UDF മന്ത്രിസഭയെ നമ്മൾ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു മാറ്റത്തിന് വേണ്ടിയാണ്, ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ്. അടുത്തൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് നമ്മളുടെ വനമേഖലയിലെ പ്രശ്നങ്ങൾ. പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളാണ്. അതിലെ നിയമങ്ങൾ,
ആ നിയമങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഈ സർക്കാർ ശ്രമിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അത് ഒരു വിഭാഗത്തെ മാത്രമല്ല, ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണത്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഇതിലൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ വിനോദസഞ്ചാര മേഖലകൾ, എത്രത്തോളം സാധ്യതകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കുട്ടനാടാണെങ്കിലും നമ്മളുടെ മലനാടുകളാണെങ്കിലും ഒക്കെ എത്രത്തോളം സാധ്യതകളുള്ള ഒരു സംസ്ഥാനത്ത് ആ സാധ്യതകളൊന്നും ഉപയോഗിക്കാതെ അവിടെയുള്ള ജനങ്ങളെ ദുരിതത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ മറ്റ് നമ്മൾക്ക് എത്രയോ അന്യനാടുകളിൽ നമ്മൾ പ്രത്യേകിച്ചും വിദേശങ്ങളിലൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അവരത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ആ രീതിയിലുള്ള ഒരു വലിയൊരു മാറ്റത്തിന് ഈ സർക്കാർ തുടക്കം കുറിക്കും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. മറ്റൊരു കാര്യമാണ് നമ്മളുടെ വിദ്യാഭ്യാസ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അനേകം വിഷയങ്ങളുണ്ട്. ഏറ്റവും അധികം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത ഒരു കാര്യമാണ് നമ്മളുടെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. ആയിരക്കണക്കിന് അധ്യാപകർ ശമ്പളമില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതില് ഒരു തീരുമാനം ഉണ്ടാകും, മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞ കഴിഞ്ഞ പിണറായി സർക്കാർ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇത് സാധാരണക്കാരുടെ പക്ഷത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ഉചിതമായ ഒരു നടപടി തീർച്ചയായിട്ടും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും പ്രതീക്ഷിക്കും. കാരണം ഇത്രയേറെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സംഭാവനകൾ ചെയ്ത ഒരു സമുദായം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ ക്രൈസ്തവ സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുമ്പോൾ വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. കാരണം അങ്ങനെ ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ പറ്റി എത്രത്തോളമാണ് ഈ അടുത്ത നാളുകളിലൊക്കെ എത്രത്തോളം കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. അതിനെതിരെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻസ് ഈ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യങ്ങളിലൊക്കെ എത്രത്തോളം മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളൊരു പുതിയൊരു സർക്കാരിനെ നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് നമ്മളിത് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ മുൻപത്തെ വിഷയം എന്ന് പറയുന്നത്. ആ ഒരു വിഷയം നടന്ന സമയത്ത്, അവിടെ പ്രക്ഷോഭങ്ങൾ നടന്ന സമയത്ത് 10 മിനിറ്റ് മതി ഇത് പരിഹരിക്കാൻ എന്ന് പറഞ്ഞ നേതാവാണ് ഇനി അങ്ങോട്ട് നമ്മളുടെ മന്ത്രിസഭയെ നയിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭയാണ് ഇനി ഭരണത്തിലെത്താൻ പോകുന്നത്. 10 മിനിറ്റ് അല്ല, 10 ദിവസം അല്ലെന്നുണ്ടെങ്കിൽ 10 ആഴ്ചകൾ എടുത്തോളൂ. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ അത് പരിഹരിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ അവിടെയും നമുക്കുണ്ട്. എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് അവകാശങ്ങൾ, ആർക്കും ആനുകൂല്യങ്ങളല്ല, നമ്മൾക്ക് അനർഹമായതൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നു. നീതി നടപ്പിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഈ സർക്കാരിൽ നിന്ന്. വളരെ വ്യക്തമായിട്ട് തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസ് ഇരുവട്ടത്തിൽ മുന്നോട്ട് വെച്ചത് ശ്രീമതി ട്രീസ ലീ സെബാസ്റ്റ്യൻ. പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഏകദേശം 2 പതിറ്റാണ്ടോളമായിട്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഒരു സമുദായത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി മാത്രമാണ് ഭരിക്കുന്നത്. ഒരിടക്കാലത്ത് മുഖ്യമന്ത്രി അല്പകാലത്തേക്ക് അത് ഭരിച്ചിരുന്നു. പക്ഷേ ഇത്തവണയെങ്കിലും അതൊരു ക്രൈസ്തവ സമുദായത്തിന്റെ പ്രതിനിധിക്ക് നൽകണമെന്നൊരു ആവശ്യം വളരെ ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ മുനമ്പം വിഷയം അത് എത്രയും വേഗം തന്നെ ആ പാവപ്പെട്ടവർക്കൊരു നീതി ലഭ്യമാക്കുവാൻ ഈ സർക്കാരിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം ആശംസിക്കാം. അച്ഛനിലേക്ക് വരികയാണ്. അച്ഛൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആസ്പെക്ട് കൂടിയുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷം എടുത്തു നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു കൂട്ടപലായനം തന്നെയാണ് നമ്മുടെ കേരളത്തിലെ യുവ തലമുറയുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിരിക്കുന്നത്. അച്ഛൻ പത്തനംതിട്ടയിൽ നിന്നാണ്. അച്ഛൻ്റെ കൃത്യം ഗ്രൗണ്ട് റിയാലിറ്റി അറിയാൻ സാധിക്കും. അടച്ചുപൂട്ടി കിടക്കുന്ന നിരവധി വീടുകളുണ്ട് പത്തനംതിട്ട ആ മേഖലയിലൊക്കെ. അപ്പോൾ അതൊരു അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വരാൻ പോകുന്ന സർക്കാർ എടുക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ വിജനമായ അല്ലെങ്കിൽ ഒരു വൃദ്ധരുടെ ഒരു നാടായി കേരളം മാറാനുള്ള ഒരു കാലം അതിക്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മെ തുറച്ചു നോക്കുന്നു. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തെ ആയിരിക്കും. അതിലൊരു അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെയുള്ള നടപടി എടുക്കേണ്ടതല്ലേ ഫാദർ സ്കോട്ട്? തീർച്ചയായിട്ടും ഞാൻ ട്രീസ മാഡം പറഞ്ഞ് നിർത്തിയെടുത്തൊന്ന് തുടങ്ങാം. ഈ അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ല. അത് ഇങ്ങനെ നമുക്ക് അർഹതപ്പെട്ടതെങ്കിൽ തന്നാൽ മതി. അതിങ്ങനെ തന്നാൽ മാത്രം മതി എന്നാണ് നമുക്ക് ഏതൊരു ഘട്ടത്തിലും ഏതൊരു സർക്കാരിനോടും ഇവിടം ഭരിക്കുന്ന ആരോടും പറയാനുള്ളത്. അത് നമുക്ക് അവകാശപ്പെട്ടതെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തന്നാൽ അതിനപ്പുറമായിട്ട് നമുക്കൊന്നും തന്നെ വേണ്ട. ഇവിടെ കൂട്ടപലായനം നടക്കുന്നു എന്ന് നാം ഓരോരുത്തരും പറയുമ്പോൾ എന്തുകൊണ്ട് അവര് പോകുന്നു എന്നുള്ള ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ആളുകളെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന വിധത്തിൽ എന്തുണ്ട് എന്നുള്ളൊരു ചോദ്യം നമ്മൾ പ്രസക്തമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരിടമാണ് PSC എന്ന് പറയുന്നത്. ഈ PSCയുടെ പ്രവർത്തനം ഇന്ന് എങ്ങനെയാണ്?
അത് തങ്ങൾക്ക് വേണ്ടി അടികൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെ പിൻവാതിലിലൂടെ നിയമിക്കുകയാണ്. ഇവിടം ഭരിക്കുന്നവരുടെ ജീവിത പങ്കാളികൾ പോലും പിൻവാതിലിലൂടെ അർഹതയില്ലാത്തത് നേടുന്ന ഒരു കേരളത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്ത് പ്രതീക്ഷയാണ് ഇവിടുത്തെ ആളുകൾ നിൽക്കേണ്ടത്? അവിടെയാണ് ജസ്റ്റിസ് JB ഘോഷി കമ്മീഷന്റെ റിപ്പോർട്ടിനകത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമുള്ളത്. അവിടെ ഈ സംവരണങ്ങൾ നൽകുന്ന അവസരത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തിനുള്ള സംവരണ തോത് എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലത് തന്നെയാണ്. നമ്മൾ ഒരു പ്രായോഗികമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ PSC എഴുതി കഴിഞ്ഞാൽ, നമ്മൾ PSC ആണല്ലോ ഏറ്റവും വലിയ ആശ്രയം. നമ്മൾ PSC എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് ലഭിക്കുന്ന എണ്ണത്തിന്റെ തോത് മറ്റു പല സമുദായങ്ങളെക്കാൾ പിന്നോക്കമാണ്. അതെന്തുകൊണ്ട് നമ്മൾ ചർച്ചാ വിഷയമാകുന്നില്ല? അതെന്തുകൊണ്ട് ഇവിടുത്തെ ഒരു ഗവൺമെന്റും അതിനുവേണ്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല? ഞങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം പിടിച്ചു നിർത്തിക്കൊള്ളാന്ന് പറഞ്ഞ് നമ്മൾ ശിവൻകുട്ടി മന്ത്രിയായിരുന്ന സമയത്ത്, ഇനിയിപ്പോ അങ്ങനെ പറയാൻ പോകുന്ന അറിയില്ല, ശിവൻകുട്ടി അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഒരു ട്രോളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ എയർപോർട്ടുകളിൽ അടച്ചു പൂട്ടുമെന്ന് ചോദിക്കും. എയർപോർട്ടൊന്നും അടച്ചു പൂട്ടണ്ട, നമ്മുടെ പിള്ളേരെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് ഉള്ളതൊക്കെ ഇങ്ങനെ തന്നാൽ മതി. അവിടെ നമുക്ക് ഈ PSC വഴിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഉന്നത വിദ്യാഭ്യാസ തലങ്ങളാണെങ്കിൽ നമുക്കുള്ള പ്രസക്തിയെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിൽ ഇവിടുത്തെ നിയമങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. PSC പോലെ നോക്കുകുത്തിയായിട്ട് മറ്റു പല സമുദായത്തിലുള്ള ആളുകൾ അങ്ങ് വല്ലാണ്ടങ്ങ് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് PSCയുടെ കാര്യത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇനിയില്ല. ഇനിയും പുതിയൊരു സർക്കാർ വരുമ്പോൾ PSCയുടെ മുഖം എന്തായിരിക്കുമെന്ന് നമുക്കറിയത്തില്ല. അത് എങ്ങനെയായിരിക്കും, ഏത് രീതിയിലാണ് ഇനി അത് പ്രവർത്തന മുന്നോട്ട് പോകുന്നത് നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല ഈ ഒരു ഘട്ടത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു മേഖല വളരെ അടിയന്തര പ്രാധാന്യത്തിൽ ചിന്തിക്കുന്നത്. മറ്റ് ഒരു വ്യാവസായിക സ്ഥാപനം തുടങ്ങാനുള്ള ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് നമ്മുടെ കേരളത്തിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഒരു സ്റ്റാർട്ടപ്പുകൾ അനുനിമിഷം ഉണ്ടാകുന്നു ഇവിടുത്തെ മന്ത്രിമാരൊക്കെ പറയുമ്പോഴും അതിന്റെ കാരണങ്ങളിലോട്ട് നോക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് സ്റ്റാർട്ടപ്പുകൾ സ്ഥാപിക്കുവാനായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിച്ച് നോക്കുക. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ എത്രമാത്രം സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട്? കേരളത്തിൽ എത്രമാത്രം ഇങ്ങനെ വ്യാവസായിക മേഖലയിൽ നമ്മുടെ ചെറുപ്പക്കാരെ പിടിച്ചു നിർത്താൻ കഴിയുന്നത്? ഇവിടെയാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പഠിക്കുവാനായിട്ട് 1000 രൂപ വീതം വിദ്യാർത്ഥിനികൾക്ക് നൽകുമെന്നോ അല്ലെങ്കിൽ അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആകുമെന്ന് നമുക്കറിയില്ല. ചെറുപ്പക്കാരെ പിടിച്ചു നിർത്തുവാനായിട്ട് സ്റ്റാർട്ടപ്പുകൾക്കുള്ള പദ്ധതികളൊക്കെ ഇവർ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ 5 കൊല്ലക്കാലമായിട്ട് നടന്നു പോകാത്ത ഈ സ്റ്റാർട്ടപ്പുകൾ ഈ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ വ്യാവസായിക വിപ്ലവം എന്നൊക്കെ പലപ്പോഴും പറയുമ്പോൾ ആരാണ് ഇവിടെ വ്യാവസായികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്? ചില വ്യാവസായിക പ്രമുഖര് മുക്കിന് ചായക്കട ഇടുന്നത് പോലെ, അല്ലെ മുക്കിന് കുടില് ഈ പണ്ട് മാടക്കടകൾ ഉണ്ടാവുന്നത് പോലെ ചില വ്യാവസായിക വിപ്ലവങ്ങൾ സൃഷ്ടിച്ചെടുത്ത് പൊതുബോധത്തിന്റെ മുമ്പിൽ വ്യാവസായിക വിപ്ലവ കേരളം എന്ന് പറയുന്നതല്ലാതെ പുതിയതായിട്ട് ആര് കടന്നു വന്നു എന്ന് കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ ഒരു പെട്രോൾ പമ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ നൂലാമാലകളുടെ പിന്നാലെ പോയി തൂങ്ങിച്ചാവേണ്ട ഗതികേടുള്ള ഒരു കേരളത്തിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ചെറുപ്പക്കാര് ഈ നാട്ടിൽ നിലനിൽക്കേണ്ടത്? നമ്മുടെ ചെറുപ്പക്കാരെ ഈ നാട്ടിൽ നിലനിർത്തുവാനായിട്ട് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ അവർക്ക് അർഹമായ സ്കോളർഷിപ്പുകൾ നൽകണം. അവരിവിടെ പഠിക്കട്ടെ, ഇവിടെ പഠിച്ചുകൊണ്ട് ഇവിടെ തൊഴിൽ ചെയ്ത് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ അവര് പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്ക് കടന്നു വരുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുത്തി എടുക്കണം. അതിനുള്ള അല്ലെങ്കിൽ ഈ നാട്ടിലൊരു പ്രതീക്ഷയുണ്ട്. ഈ വൈറ്റ് കോളർ ജോബ് മാത്രമല്ലല്ലോ നമുക്ക് ഒരു ആശ്രയമായിട്ടുള്ളൂ. ഈ നാട്ടിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ താല്പര്യമുള്ള ചെറുപ്പക്കാരുണ്ടെന്ന് എന്റെ ഒരു കൂട്ടുകാരുണ്ട്, ചങ്ങനാശ്ശേരിക്കാരൻ പയസ് എന്നാണ് അവന്റെ പേര്. 40 വയസ്സുണ്ട്. അവൻ ഈ നാട്ടിൽ ജീവിക്കാനാണ്, ഉന്നത വിദ്യാഭ്യാസം നേടിയുള്ള ചെറുപ്പക്കാരൻ. പക്ഷേ അവൻ ഈ നാട്ടിൽ നെൽകൃഷി ചെയ്ത് ജീവിക്കാനാണ് അവന് ഏറ്റവും ഇഷ്ടം. അവൻ അതിന്റെ പിന്നാലെ നടന്നു പോയിട്ട് ഒത്തിരിയേറെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചങ്ങനാശ്ശേരി രൂപതയുടെ ഭാഗമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, മുൻ KCY വലിയ സജീവനായിട്ടുള്ള നേതാവാണ്. പക്ഷേ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ പിടിച്ചു നിർത്താൻ കഴിയുന്ന വിധത്തിൽ കാർഷിക മേഖലയിലാണെങ്കിൽ അല്ലെങ്കിൽ വ്യാവസായിക മേഖലകളിലാണെങ്കിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യങ്ങളില്ലാതെ ഞങ്ങൾ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന യുവജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന എന്നൊക്കെ പറഞ്ഞു പോകുന്നതല്ലാതെ എന്ത് ചെയ്തു നമ്മൾ പരിശോധിക്കണം. വരുന്ന ഒരു സർക്കാർ ഈ ഒരു വിഷയം അടിയന്തരമായിട്ട് കാണേണ്ട ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു യുവജനക്ഷേമ വകുപ്പുണ്ട്. ഈ യുവജനക്ഷേമ വകുപ്പ് വഴി എത്ര യുവജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിലും 10 പിള്ളേർക്ക് പ്രയോജനം ഉണ്ടായിരുന്നു. 10 ബുക്കെങ്കിലും വാങ്ങിച്ച് ഈ ഒരു വകുപ്പിന്റെ കീഴിലുള്ള അല്ലെ ഫണ്ട് കണ്ടെത്തി 10 ബുക്കെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർക്ക് ലഭിക്കും. ഇപ്പൊ അതുപോലും ഇല്ല. ഇപ്പൊ എല്ലാം ഓൺലൈൻ ആണല്ലോ, ഫോണിലാണല്ലോ. അപ്പൊ ഈ വകുപ്പുകളൊക്കെ എന്താണ് ഇവിടെ ചെയ്യുന്നത്, യുവജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൂടെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ 5 വർഷത്തെ ഗ്രാഫ് മുൻ വർഷങ്ങളെക്കാളും നോക്കുമ്പോൾ ചെറുപ്പക്കാർ കടന്നു പോകുന്നത് അവർക്കൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നത്. അവർക്ക് പ്രതീക്ഷ ഈ മണ്ണിലുണ്ടെന്ന്, ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടെന്ന് അവർക്ക് പറയാൻ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാര് ഇവിടെ നിന്നുപോയത്. അതുകൊണ്ട് വരുന്ന ഒരു സമയത്ത്
അതിനൊരു അടിയന്തര പ്രാധാന്യ വിഷയം ഈ ഒരു യുവജനക്ഷേമ വകുപ്പ് അത് വളരെ ക്രിയാത്മകമായിട്ട് ഇടപെട്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ ഇന്ന് ഇടുക്കിയും പത്തനംതിട്ടയൊക്കെ നെഗറ്റീവ് ഗ്രോത്തിലാണ് പോകുന്നത്. അപ്പോൾ വൃദ്ധന്മാരുടെ കാലഘട്ടമായിട്ട് മാറുമ്പോൾ ഈ ചെറുപ്പക്കാര് ഇവിടെ ചെയ്യാൻ മടിക്കുന്ന ജോലികളാണ് പുറം നാടുകളിൽ പോയി ചെയ്യുന്നത്. കാരണമുണ്ട്, അവർക്ക് ഇവിടെ 100 രൂപ കിട്ടിയാൽ 150 രൂപയ്ക്ക് അധികം വരുന്ന ചെലവ്, ജീവിത ചെലവ്, അതിനപ്പുറത്തേക്ക് ഈ നാട്ടിലൊന്നും നിലനിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇതേ ജോലികൾ പുറത്ത് ചെയ്യുമ്പോൾ അവർക്ക് നാട്ടിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം അവിടുത്തെ ഗവൺമെന്റോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ ഒരുക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടെന്ന് നൽകാൻ കഴിയുന്ന വിധത്തിൽ ഇനിയുള്ള കാലങ്ങളിലെങ്കിലും ഈ ഒരു വകുപ്പുകളൊക്കെ ഏകോപിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ ഇനിയും പലായനം ചെയ്തുകൊണ്ടിരിക്കും. നമ്മള് വൃദ്ധന്മാരുടെ നാട്ടിൽ പണ്ടൊരു സിനിമയുടെ വൃദ്ധന്മാരെ സൂക്ഷിക്കുക, അങ്ങനെ എന്തോ ഒരു മലയാളത്തിലെ സിനിമ എന്ന് പറയുന്ന പോലെ വൃദ്ധന്മാരുടെ കേരളമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ ഈ നാട്ടിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന വിധത്തിൽ നമ്മളെ പദ്ധതികൾ രൂപീകരിക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിരീക്ഷണങ്ങൾ തന്നെയാണ് അച്ഛൻ പങ്കുവച്ചത്. തീർച്ചയായിട്ടും വരുന്ന സർക്കാർ ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങൾ തന്നെ ഈ പ്രദേശ യുവജനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് ട്രീസ മേഡത്തിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു, ഒരു ലാസ്റ്റ് ബസ്സാണ് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അത്രത്തോളം ദാരുണമാണ് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയായിക്കോട്ടെ, സാമൂഹിക മേഖലയായിക്കോട്ടെ, അങ്ങനെ കുറ്റകൃത്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയായിക്കോട്ടെ വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയിലാണ്. എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷന് മുമ്പ് ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കേരള യാത്ര നടത്തുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കേരള യാത്ര നടത്തിയ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. അങ്ങ് അതിന്റെ ഭാഗം കൂടിയായിരുന്നു. അപ്പോൾ അന്ന് അങ്ങ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, നിരവധി പേർ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളൊക്കെ അവരുടെ നിരവധി ആവശ്യങ്ങളും നിവേദനങ്ങളൊക്കെ നേതാക്കളുടെ മുന്നിൽ സമർപ്പിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇപ്പോൾ വരാൻ പോകുന്ന സർക്കാർ പലപ്പോഴും UDF സർക്കാരിനെതിരെ ഉയരുന്ന ഒരു ആരോപണമാണ് ഈ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിലടി. ഇപ്പോൾ മുഖ്യമന്ത്രിയെ ചൊല്ലി പോലും ഇപ്പോൾ തീരുമാനമാകാത്ത ഒരു അവസ്ഥ. അപ്പോൾ ഈ കഴിഞ്ഞകാല വീഴ്ചകളിൽ നിന്നും UDF സർക്കാർ ഭരണത്തിൽ ഇരുന്നപ്പോൾ അവർക്ക് സംഭവിച്ച വീഴ്ചകൾ, ഈ ഗ്രൂപ്പ് അത്തരത്തിലുള്ള വീഴ്ചകളിൽ നിന്നൊരു പാഠം തീർച്ചയായിട്ടും ഈ നിർണായക ഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന സർക്കാർ ഉൾക്കൊള്ളേണ്ടതല്ലേ? അല്ലെങ്കിൽ അത് കേരളത്തിന്റെ ഒരു ഭാവിയെ ഗുരുതരമായി ബാധിക്കാനുള്ള സാധ്യതയില്ല. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷവും ഇനി അനാവശ്യമായിട്ടുള്ള പഴയ പ്രാകൃതമായിട്ടുള്ള ഈ ഹർത്താല് അതൊക്കെ ഒഴിവാക്കി ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങളിലേക്ക് കടക്കേണ്ടതല്ലേ ശ്രീമതി ട്രീസ? തീർച്ചയായിട്ടും അതെ. ഇപ്പൊ മുൻപ് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഇനിയാണ് ജൻസി സമരം എന്താണെന്ന് അറിയാൻ പോകുന്നത്. ഒരുപക്ഷെ എപ്പോഴും അങ്ങനെയാണ്. നമുക്കറിയാം, ഭരണം മാറി UDF ഭരണത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് ശരിക്കും കേരളത്തിലുള്ളവർ എന്താണ് സമരം എന്ന് ശരിക്കറിയാൻ പോകുന്നത്. കാരണം മുൻപൊക്കെ കരിങ്കൊടി കാണിച്ചാലും മെല്ലെ ഒന്നൊരു കൊടി പൊക്കി പിടിച്ചാൽ പോലും അടിച്ചമർത്തുന്ന ഒരു ധാർഷ്ട്യത്തിന്റെ ഒരു ഭരണത്തിൽ നിന്ന് ഒരു മാറ്റം എന്തായാലും അതാണ് ആ ഒരു പാരമ്പര്യം. അപ്പൊ അത് തന്നെയായിരിക്കും ഇനിയും ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം അതാണ് പാരമ്പര്യവുമായിട്ട് ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോഴും മുഖ്യമന്ത്രിയെ പറ്റിയ ഒരു ധാരണയായിട്ടില്ല. ഇനി അങ്ങോട്ട് വരുമ്പോൾ വകുപ്പ് വിഭജനത്തിൽ എന്തായിരിക്കും സംഭവിക്കുക, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അവർ പെർഫോം ചെയ്യുക? കാരണം വലിയൊരു ബാധ്യതയുണ്ട് ഇവർക്ക്. കാരണം ജനങ്ങളുടെ ഒരു പ്രതീക്ഷയുടെ ഭാരം ഇവരുടെ മേലുണ്ട്. കഴിഞ്ഞ 10 വർഷം ഭരിച്ച് ദൂർത്തുകൊണ്ട് ഒന്നുമില്ലാതാക്കിയ ഒരു ഖജനാവ് ആണ് ഇവർ ഏറ്റെടുക്കാൻ പോകുന്നത്. എന്തായിരിക്കും ഇവര് ഇതുകൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തായിരിക്കും ഇവരെ കൊണ്ട് സാധിക്കുക എന്നുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കും ഒരുപോലെ ഉണ്ട്. അതിനപ്പുറത്തേക്കാണ് പ്രതീക്ഷകൾ. അപ്പോൾ ഇതിനെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജനപക്ഷത്ത് നിന്ന് ചിന്തിച്ച് ജനപക്ഷത്ത് നിന്ന് അവർക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുത്തത് പ്രാബല്യത്തിൽ വരുത്താൻ ഈ സർക്കാരും തയ്യാറായില്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇത് നമ്മളുടെ ലാസ്റ്റ് ബസ്സാണ്. കാരണം എല്ലാം കൊണ്ടും കേരളം വല്ലാത്തൊരവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. യുവജനങ്ങള് നാടുവിടുന്നു. കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ അത്രയധികം മോശമാണ്. കടത്തിന് മേൽ കടം. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് കേരളം എത്തി നിൽക്കുന്നത്. വ്യവസായങ്ങൾ എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. യുവജനങ്ങൾക്ക് അനുകൂലമായിട്ട് എന്ത് ഘടകമാണ് ഈ നാട്ടിലുള്ളത് എന്ന് ചോദിച്ചാൽ അതും വളരെ മോശമാണ്. ഏകപ്രതീക്ഷയായ PSCയുടെ അവസ്ഥ എന്ന് പറയുന്നത് പിൻവാതിൽ നിയമനം എന്നുള്ളതിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒട്ടനേകം പ്രതിസന്ധികളാണ് വരുന്ന ഒരു സർക്കാരിന് മുന്നിലുള്ളത്. പക്ഷേ നമുക്കറിയാം കുറേയേറെ പുതുമുഖങ്ങൾ ഈ ഒരു സർക്കാരിന്റെ ഭാഗമാകാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇവർക്കറിയാം കേരളത്തിലെ ജനങ്ങളുടെ പൾസ് എന്താണെന്ന് അറിയാൻ മേലാത്തവരൊന്നും അല്ല ഇനി അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഭരണം നടത്തിയാൽ തീർച്ചയായിട്ടും കേരളത്തിൽ
ഒരു മാറ്റം ഉണ്ടാകും. അത് തന്നെയാണ് ഓരോരുത്തരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ സർക്കാരിനെ കുറിച്ച്. വളരെ വ്യക്തമാണ്. കേരളത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി തന്നെയാണ് ജനം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. ഈ ജയിച്ചവർക്ക് ഈ ഒരു ജയം ഒരു പാഠമായി തീരട്ടെ, പരാജയപ്പെട്ടവർക്ക് അവരുടെ തോൽവി ഒരു പാഠമായി തീരട്ടെ. ഇരു കൂട്ടരും ജനങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യുവാൻ ഈ വരുന്ന 5 വർഷം സാധിക്കട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ക്രൈസ്തവരുടെ ന്യായമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ, അതിനോട് അനുഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനം ഈ വരുന്ന സർക്കാർ സ്വീകരിക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകം ആശംസിക്കാം. പ്രീണനങ്ങൾ മാറ്റിവെച്ച്, വർഗീയ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച്, മതേതര കാഴ്ചപ്പാടോടുകൂടി, സമഭാവനയോടുകൂടി എല്ലാ ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ UDF സർക്കാരിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഇനി ചർച്ചയിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളും വിശകലനങ്ങളും പങ്കുവെച്ച ഫാദർ സ്കോട്ട് സ്ലീബ, ഒപ്പം തന്നെ ശ്രീമതി ട്രിസാലിസ് സെബാസ്റ്റ്യൻ, രണ്ടുപേർക്കും നന്ദി.